ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഈസക്കുട്ടി പുറകെ കിടപ്പുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഒരു ആമ്പൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നടണം. അപ്പോൾ അത് നടണതിൻ്റെയാണ് ഇന്ന് നമ്മൾ എന്തായാലും കാണിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ആമ്പൽ പറിക്കാൻ പോയത് ഒരു പാടത്ത്. പക്ഷേ അത് ഞാൻ വണ്ടിയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. അത് നമ്മുടെ കൂട്ടുകാരൻ കൊണ്ടുപോയി അവൻ്റെ വൈഫ് അത് നട്ട്. അപ്പോൾ അവൻ ഈ അടുത്ത് പോയപ്പോൾ എനിക്ക് പറഞ്ഞാൽ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കത് അതൊന്ന് നടാം. അതാണ് നമ്മൾ ഇന്ന് എന്തായാലും ചെയ്യണത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പം നമ്മൾ തൽക്കാലം ഇതിൻ്റെ ഉള്ളിലാണ് ഇട്ടത്. നമ്മുടെ അലിഗേറ്ററിനെയൊക്കെ ഫീഡ് മീനെ പിടിച്ച് ഇതിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് തൽക്കാലം നമ്മൾ ഇട്ട് വെച്ചാണ്. അപ്പോൾ ഇതിൽ നിന്ന് നോക്കി ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ വട്ട പോലത്തെ പാത്രമില്ലേ, അതിലോട്ട് മാറ്റാം. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതായത് നമ്മൾ പാത്രം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ കറുത്ത പാത്രമില്ലേ, ഈ വഴിയിലൊക്കെ ഹിന്ദിക്കാരൊക്കെ ഇരുന്ന് വെക്കുന്നുണ്ടാവും, അങ്ങനത്തെ പാത്രമാണ്. അതെ, ഇത് ഉണക്ക ചാണകത്തിൻ്റെ പൊടിയാണ്. ഇത് നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സാധാ മണ്ണ്, എല്ലാം കൂടെ മിക്സ് ആയതാണ്. വളവും ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് എടുത്തതാണ് കുറച്ച്. അപ്പം ഇത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ഉണക്കച്ചാണാൻ ഇട്ട് കൊടുക്കണം. ഇതാദ്യം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ പൊന്തിപ്പോകും. അപ്പം ഇത് നമുക്ക് ബേസായിട്ട് ചാണകപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. ഇനി നമുക്ക് നമ്മുടെ മണ്ണിട്ട് കൊടുക്കാം. ഒന്നും അത്യാവശ്യം അധികം കനത്തിലിടണ്ട, ഈ ഒരു ഇത് മതിയാവും. മണ്ണിര വെറുത്തയിലാണ്, നമുക്ക് എന്തായാലും മാറ്റിയിടാം, അല്ലെങ്കിൽ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ചത്തുപോകും. ഒരെണ്ണത്തിനാണ് കിട്ടി. ഇത് സെറ്റായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെള്ളം പയ്യാനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും കലങ്ങും. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഗപ്പിന് ഇട്ട് കൊടുക്കും കേട്ടോ, അല്ലെങ്കിലേ കൂത്താടി ശരിക്കും വരും ഇതിൽ, കൊതുക് നിറയും. അപ്പം അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഈ കലക്കൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഗപ്പിനിൽ ഇട്ട് കൊടുക്കും കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആമ്പലെടുത്ത് നടാം. എന്നിട്ട് പിന്നെ ബാക്കി വെള്ളമായിട്ട് ഒഴിക്കുക. എന്തായാലും കലക്കായിരിക്കുള്ളൂ, കാരണം മണ്ണിൻ്റെ അഴുക്കും ഒക്കെ ഉണ്ടല്ലോ. 2 ദിവസം കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരും. പലരും പല രീതിക്കായിരിക്കോട്ടെ നടന്നത്. ഞാനൊരു സിമ്പിളായിട്ട് നമ്മളെ ഇവിടെ ചെയ്യാൻ പറ്റിയ രീതിക്കാണ് ചെയ്തെന്നുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് അത് നട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. അതേ, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കുന്നാണ്ട് കൊടുത്താണ്ട് കളയാം. ഇപ്പം വെള്ളം ഒഴിച്ചപ്പോൾ എല്ലാം പൊന്തി വന്നതാണ്. അതൊക്കെ നമുക്കൊന്ന് വിറക്കാണ്ട് കളഞ്ഞേക്കാം. മണ്ണിലുണ്ടായിരുന്ന അഴുക്കൊക്കെ വേണ്ട, ആ കൊമ്മള തന്നെ ഉണ്ടോ. അതിപ്പോൾ നമ്മുടെ അടിയിലോട്ട് വെള്ളം ഇറങ്ങണതിൻ്റെ ഇതിൽ ആ കൊമ്മള തന്നെയാണ്. ഇപ്പം നാളെ ആകുമ്പോഴേക്ക് നല്ല തെളിയോ കേട്ടോ. ഇപ്പം ഒഴിച്ചതിൻ്റെ ഇതിലുള്ളത് കണ്ടോ, ഇത്രയും കച്ചറതിൻ്റെ ഉള്ളുണ്ടായിരുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു ജോഡി 2-3 ഗപ്പിന് അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കൊതുകും വരൂല, നമ്മുടെ ആമ്പല് നല്ല സെറ്റായിട്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ മണ്ണൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതിൽ നിന്നേ കുറച്ച് ഈ തണ്ടൊക്കെ കട്ട് ചെയ്ത് കളയാം. കുറേയൊക്കെ ചീത്തായതൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. എന്തായാലും ഇതൊക്കെ കണ്ട അത്യാവശ്യം പോയതാണ്. ഇത് ഇങ്ങനെ കിടന്നിട്ട് 2-3 പ്രാവശ്യം പൂ വിരിഞ്ഞട്ടാ. ഇതേ അവിടെ വെള്ളം ശരിക്കും പറ്റായി നമ്മത് പറിച്ചു കൊടുത്തേ. അപ്പം അതുകൊണ്ട് ഈ ഇലയൊക്കെ താഴുന്ന പോലെ ആയിപ്പോയി, ബെൻഡായിപ്പോയി, താഴത്തോട്ട് ബെൻഡായാണ് വളരണം. അവിടെ നിന്ന് കുറേയൊക്കെ പറിച്ച് കളഞ്ഞെന്ന് നാം പറയണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ കടയിൽ നിന്ന് അധികം ഇതാക്കി കളയണില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് നോക്കി, ഇവിടെ കണ്ട ഇവിടെ ഉണ്ട് മുട്ട്, ഇവിടെ താഴത്തുണ്ട്. അത്യാവശ്യം നല്ലൊരു കടയാണ്. വേറെ പുതിയ പുതിയ മുട്ടുകളൊക്കെ അവിടെ നിന്ന് വന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇവിടെയും ഈ ഇലയൊക്കെ ആണ്ട് കളയാം. ഇതൊക്കെ അത്യാവശ്യം ചീത്തായി പോയ ഇലകളാണ്. അതൊക്കെ നമുക്ക് കണ്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിക്ക് മുട്ടായിട്ടുണ്ട് കേട്ടോ.
ഇവിടെ വേറൊരെണ്ണം നമ്മുടെ ടാങ്കിലുണ്ട്, പക്ഷെ അത് പൂടല്ല. കുറേ നാളായി അത് വെച്ചിട്ട്, അത് പൂ സെറ്റാവണില്ല. ഇതൊക്കെ കുറേ വിരിഞ്ഞ് പോയിട്ടേ അത് ആ തണ്ടുകളാണ്. ഇതിൻ്റെയൊക്കെ വെറുതെ ഇനിയിപ്പോൾ എന്തായാലും ഇലയൊക്കെ വന്നോളും. അപ്പോൾ നമുക്ക് ചീത്ത ഇലകളൊക്കെ കണ്ട് ഒഴിവാക്കണേ നല്ലത്. അല്ലെങ്കിൽ ഇത് പിന്നെയും ഇതിൽ കിടന്നിട്ടേ ചീഞ്ഞ് അലപ്പാവും. അത്യാവശ്യം നമ്മളെല്ലാം കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് നമുക്ക് ഇതിൽ കൊണ്ടുപോയി നടാം. വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. എന്തായാലും ഇതിൽ നമുക്ക് സെറ്റാക്കാം. അതെ, മണ്ണൊരിച്ച് ചെയ്യാണ്ടൊന്ന് പയ്യൊന്ന് മാറ്റി കൊടുക്കാം. പയ്യാണ്ട് വെക്കാം. ആ മണ്ണ് തന്നെ ആയിട്ടൊന്ന് ഇതാക്കിയാൽ മതി. ഇത്തിരി താത്തി വെച്ചില്ലെങ്കിലേ നമ്മ ഇനി ഇത്തിരിയും കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ പൊങ്ങിപ്പോരും. മുട്ടുണ്ട് ഇവിടെ ഉണ്ട്, കണ്ട കുറേ മുട്ടുണ്ട്. ഇത് വിരിഞ്ഞ് പോയതാണ്. നമ്മളിവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെ 3-4 പ്രാവശ്യം പൂ ഇട്ടതാണ്. എന്നാലും നമുക്കേ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളതേ കുറച്ച് വെള്ളമായിട്ട് ഇങ്ങോട്ട് ആഡ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ അധികം കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇളകി പോകും. അവിടെ നമ്മളത് ഇത് വെച്ചിട്ട് പയ്യെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ടേ അതിൽ നിന്ന് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആമ്പൽ വെച്ചത് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പുതിയ മുട്ടുകളൊക്കെ പൊന്തി പയ്യെ വന്നിട്ടുണ്ട്. ഞാൻ 2-3 ഇലകളും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ കൊതുകിൻ്റെ കുത്താടി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഗപ്പീസിനെ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിനെ മൊത്തത്തിന് ഇതിലോട്ട് ഇടില്ല, ഒരു 3-4 ഇതിലിട്ടിട്ട് ബാക്കി നമ്മുടെ മിക്സറിലോട്ട് ഇടും. ഇതാണ് ഐറ്റംസ്. അപ്പോൾ എന്തായാലും ഇതിലിട്ട് നമുക്ക് ബാക്കി കാണാം. അതായത് നമുക്ക് ഇതിൽ നിന്ന് ഇനി ഒരു 2-3 പിടിച്ച് അതിലോട്ടിടാം. രണ്ട് ഫീമെയിലിന് ഇട്ടിട്ടുണ്ട്. 2 ഫീമെയിലും 2 മെയിലിനെ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനുള്ളിൽ കൊതുകും വരില്ല, സെറ്റായിട്ടുണ്ട്. വേണ്ട. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മുടെ വരും വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ കാണിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.